ഇടുന്നത്. മറ്റു പാർട്ടികൾ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മോദിയുടെ പ്രകടന പത്രികയിലെ ആദ്യ 15 പേജുകളും കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ ലിസ്റ്റാണ്. അതിനുശേഷമുള്ള പേജുകളിൽ തൻ്റെ സർക്കാരിൻ്റെ 3ാം ടൈമിലേക്കുള്ള തുടർ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. അത് വിശദമായി മനസ്സിലാക്കിയാൽ എന്തൊക്കെ കുറ്റം പറയാൻ നിങ്ങൾക്ക് തോന്നിയാലും ഒരു സാധാരണ ഭാരതീയൻ നരേന്ദ്രമോദിയുടെ പിന്നിൽ അണിനിരക്കുക തന്നെ ചെയ്യും. ഭാരതം അദ്ദേഹം ഭരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. നരേന്ദ്രമോദി മുന്നോട്ട് വച്ച പെർഫോമൻസ് ലിസ്റ്റിൽ ഒന്നാമത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നടപ്പിലാക്കിയ ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായി കോവിഡിൻ്റെ തുടക്കകാലമായ 2020 ഏപ്രിൽ മുതൽ രാജ്യത്തെ 80 കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യമായി ഓരോ മാസവും 5 കിലോ അരിയും ഓരോ കിലോ പയറോ പരിപ്പോ നൽകുന്ന പദ്ധതിയാണ്. രണ്ടാമത്തേത് മോദി ഭരണകാലത്തിന് മുമ്പ് ബാങ്ക് അക്കൗണ്ട് എന്നത് കിട്ടാക്കനിയായിരുന്ന സാധാരണക്കാർക്ക് സീറോ ബാലൻസ് തുടങ്ങാൻ കഴിഞ്ഞ ജൻധൻ അക്കൗണ്ടുകളാണ്. 5000 രൂപ ഓവർ ഡ്രാഫ്റ്റും സൗജന്യ അപകടമരണ ഇൻഷുറൻസും നൽകുന്ന സൗജന്യ ബാങ്ക് അക്കൗണ്ടായ ജൻധൻ അക്കൗണ്ട് ഈ രാജ്യത്താകെ തുറന്നത് 54 കോടി സാധാരണക്കാരാണ്. കേന്ദ്ര ഗവൺമെൻറ് 1 രൂപ പാവപ്പെട്ടവർക്ക് നൽകിയാൽ അതിലെ 85 പൈസയും ഇടനിലക്കാർ കൊണ്ടുപോവുകയും 15 പൈസ മാത്രമേ താഴെത്തട്ടിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കൂ എന്നും വിലപിച്ച കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിക്ക് മറുപടിയായി ഈ അക്കൗണ്ടുകളിലൂടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നേരിട്ട് നൽകിയത് വിവിധ പദ്ധതികൾക്കായി 34 ലക്ഷം കോടി രൂപയാണ്. സിംഗപ്പൂരിൽ പോയിരുന്ന് ബജറ്റിൽ 1 രൂപ പോലും വകയിരുത്താതെ മോദി ഇലക്ഷൻ തട്ടിപ്പ് നടത്തുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ച ആയുഷ്മാൻ ഭാരത് എന്ന വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഈ രാജ്യത്ത് പ്രയോജനപ്പെട്ടത് 34 കോടി സാധാരണക്കാരായ ഭാരതീയർക്കാണ്. നഗര ഗ്രാമീണ മേഖലയിൽ വീടില്ലാത്ത സാധാരണക്കാരിൽ 4 കോടി പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഒരു വീട് വെക്കാൻ സഹായമായി മാറിയത്. ഒരു വീടെന്ന സ്വപ്നത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിയുടെ ഈ കൈത്താങ് കാരണമാണ്. കേരളത്തിൽ പുച്ഛം തോന്നുമെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും കാശ്മീരിലും ലഡാക്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ പാവപ്പെട്ടവർ മോദിയെ ദൈവമായി കാണാൻ സഹായിച്ച പദ്ധതിയായ എല്ലാ വീട്ടിലും പൈപ്പുകളിൽ ശുദ്ധജലമെത്തിക്കുന്ന ജലജീവൻ പദ്ധതി രാജ്യത്താകെ 14 കോടി വീടുകൾക്കാണ് സഹായകരമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുപ്രകാരം തന്നെ മോദി ഭരണകാലത്തെ 10 വർഷത്തിൽ ഗവൺമെൻറ് നൽകിയ സഹായങ്ങൾ കാരണം 25 കോടി ജനങ്ങൾ അതീവ ദരിദ്രരുടെ പട്ടികയിൽ നിന്ന് ഒഴിവായി. കരിയിലും പുകയിലും ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന 10 കോടിയിലധികം കുടുംബങ്ങളിലെ സ്ത്രീകൾ ആദ്യമായി ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മോദിയുടെ ഭരണകാലത്താണ്. മതനിയമങ്ങളുടെ പേരിൽ നീതി ലഭിക്കാതെ നരകയാതന അനുഭവിച്ചിരുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മുത്തലാഖ് എന്ന കാടൻ നിയമത്തിൽ നിന്ന് മോചനം നൽകിയത് മോദിയാണ്. ഇരുട്ടിനെ മറയാക്കി പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തിരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉൾപ്പെടെ രാജ്യത്താകെ 11 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകാൻ സ്വാതന്ത്ര്യം ലഭിച്ച് 60 വർഷത്തിന് ശേഷവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വേണ്ടി വന്നു എന്നോർക്കുമ്പോൾ അഭിമാനമല്ല, മുൻ ഭരണാധികാരികളോട് സഹതാപമാവും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും തോന്നുക. 6 കോടിയിലധികം അമ്മമാർക്കും കുട്ടികൾക്കും സൗജന്യ വാക്സിനേഷൻ നൽകിയത് മോദിയുടെ മിഷൻ ഇന്ദ്രധനുഷ് എന്ന പദ്ധതി പ്രകാരമാണ്. ഗർഭിണികൾക്ക് ശമ്പളത്തോടുകൂടി സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നൽകിയിരുന്ന പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയിലേക്ക് ഉയർത്തി അവർക്ക് സുരക്ഷിതത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്. ജൻഔഷധി ഔട്ട്ലെറ്റുകൾ വഴി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കേവലം 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ നൽകിയതും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കരുതലാണ്. മോദിയുടെ 10 വർഷത്തിൽ 3 കോടിയിലധികം അമ്മമാർക്കാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി 5000 രൂപയുടെ ധനസഹായവും പോഷണവും സൗജന്യ ചികിത്സയും ലഭിച്ചത്. സ്ത്രീകളെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ വനിതാ സംവരണ ബിൽ പാസാക്കിയതും ഇതേ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയാണ്. യുവതീ യുവാക്കളുടെ സംരംഭക സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകിയത് നരേന്ദ്രമോദിയുടെ ഈടില്ലാതെ ലോൺ നൽകുന്ന മുദ്ര യോജന എന്ന പദ്ധതിയാണ്. രാജ്യത്താകെ 46 കോടി പേർക്ക് 27 ലക്ഷം കോടി രൂപയാണ് മുദ്ര യോജനയിൽ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. അതിൽ ബാങ്കുകളിൽ കുടിശ്ശിക വരുത്തുന്നത് കേവലം 5% ഉപഭോക്താക്കൾ മാത്രമാണെന്ന കണക്ക് നോക്കിയാൽ ലോൺ എടുത്ത 40 കോടിയിലധികം ആളുകളും അവരവർ ചെയ്യുന്ന ചെറുതും വലുതുമായ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ഈ 46 കോടി പേരിൽ 8 കോടിയിലധികം ആദ്യമായി ഈ രാജ്യത്ത് സംരംഭം തുടങ്ങുന്നവരെന്ന കണക്കും ബാങ്കുകൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം ഈ രാജ്യത്ത് പുതുതായി തുടങ്ങിയത് 2 ലക്ഷം സംരംഭങ്ങളാണ്. പ്രധാനമന്ത്രി കൗശല്യ യോജന വഴി സ്റ്റൈഫൻഡ് അങ്ങോട്ട് നൽകി സൗജന്യ തൊഴിൽ പരിശീലനം നൽകിയത് ഈ രാജ്യത്തെ 1.5 കോടി യുവതി യുവാക്കൾക്കാണ്. അതിൽ പകുതിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷങ്ങളുമാണ്. 2.5 ലക്ഷത്തിലധികം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് മാത്രമായി വിവിധ സംരംഭങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്രം ചെലവഴിച്ചത് 50,000-ലധികം കോടി രൂപയാണ്. പ്രധാനമന്ത്രി സ്വനിധി എന്ന തെരുവ് കച്ചവടക്കാർക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ ഈടില്ലാതെ നൽകിയ ലോൺ പ്രയോജനപ്പെട്ടത് 63 ലക്ഷം സാധാരണക്കാർക്കാണ്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന പദ്ധതി പ്രകാരം കൈത്തൊഴിൽ ചെയ്യുന്നവർക്ക്
നരേന്ദ്രമോദി സഹായം നൽകിയത് 13,000-ലധികം കോടി രൂപയാണ്. രാജ്യത്താകെ സെൻസസ് പ്രകാരമുള്ളത് വിദ്യാർത്ഥികളും വയോജനങ്ങളുമല്ലാതെ 20-നും 60-നും ഇടയിൽ പ്രായമുള്ള 75 കോടി പേരാണ്. അതിൽ തന്നെ 40 കോടി പേർ സ്ത്രീകളും 35 കോടി പുരുഷന്മാരും. വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് രാജ്യത്തെ വനിതകളിൽ 70% ജോലി ചെയ്യാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അതിൽ പല കാരണങ്ങളുമുണ്ട്, മതപരമായ കാരണങ്ങളും ഒക്കെ. അവരിലും മാറ്റമുണ്ടാക്കുകയാണ് നരേന്ദ്രമോദി ലക്ഷ്യം. എന്നാൽ മാത്രമേ രാജ്യത്തെ GDP ഉയരുകയുള്ളൂ. എങ്കിലും ഈ രാജ്യത്ത് തൊഴിലാവശ്യമുള്ള, തൊഴിൽ ചെയ്യാൻ ആരോഗ്യമുള്ളത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വീടുകളിൽ കഴിയുന്ന വനിതകളെ ഒഴിവാക്കിയാൽ 75 കോടിയിൽ വെറും 50 കോടിയിൽ താഴെ ആളുകൾ മാത്രമാണ് ഒരു വരുമാന മാർഗത്തിനു വേണ്ടി ഈ രാജ്യത്ത് ശ്രമിക്കുന്നവർ. അവരിൽ 4 കോടി പേർ രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന പ്രവാസികളാണ്. ബാക്കിയുള്ളത് 46 കോടി പേർ. അവരിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരായ 6.5 കോടി പേരും സ്വകാര്യ ജീവനക്കാരും കൂടി ചേർത്ത് 27 കോടി ആളുകൾ EPF പദ്ധതി പ്രകാരം പ്രോവിഡൻറ്റ് ഫണ്ട് അടയ്ക്കുന്നുവെന്ന് രേഖകളുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾക്ക് ഈ രാജ്യത്ത് തൊഴിലുണ്ട് എന്നാണ് അർത്ഥം. അതുകൂടാതെയാണ് മേലെ പറഞ്ഞ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന 40 കോടി മുദ്രാ യോജന സംരംഭകർ, 60 ലക്ഷം സ്വനിധി ഉപയോഗപ്പെടുത്തിയ തെരുവ് കച്ചവടക്കാർ, 2 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ. രാജ്യത്ത് 10 കോടിയോളം ആളുകൾ ടാക്സ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള 10 കോടി ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നാണ്. ഇതൊന്നും പോരാതെ ലോകത്തിലെ ഏറ്റവും വിലക്കുറവുള്ള ഇൻ്റർനെറ്റ് സംവിധാനമുള്ള മോദിയുടെ ഇന്ത്യയിൽ മോദി ഗവൺമെൻറ്റിൻ്റെ സഹായം കാരണം 17,000 ഗ്രാമങ്ങളിൽ വൈദ്യുതിയും, രാജ്യത്താകെ 4 കോടി വീടുകളിൽ സൗഭാഗ്യ യോജന വഴി സൗജന്യ വൈദ്യുതിയും, 3 ലക്ഷം ഗ്രാമങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയും എത്തിച്ചത് കാരണം യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വരുമാനത്തിന് ശ്രമിക്കുന്ന 8 കോടി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊരു വിഭാഗമുണ്ട്. ഈ രാജ്യത്ത് അവരിൽ സാമ്പത്തികമായി വിജയിച്ച, അതുകൊണ്ട് മാത്രം വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന 1.5 കോടിയിലധികം പേരുണ്ട് എന്നുള്ളതാണ് കണക്ക്. എന്നിട്ട് ഇതേ ആളുകൾ തന്നെയാണ് ഇതേ ഫേസ്ബുക്ക് വഴി നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് എവിടെയാണ് മോദി തൊഴിലെന്ന്. മേലെ പറഞ്ഞ കണക്ക് വെച്ച് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കൂ. ആർക്കാണ് ഇന്ന് മനസ്സ് വെച്ചാൽ വരുമാന മാർഗമില്ലാത്തത്? എല്ലാവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി കിട്ടണം, ശമ്പളം വാങ്ങണം, പെൻഷൻ കിട്ടണം, എല്ലാ സ്ഥാപനങ്ങളും സർക്കാരുകളുടെ കീഴിൽ പൊതുമേഖലയിലായിരിക്കണം എന്നൊക്കെയുള്ള ഉട്ടോപ്യൻ ചിന്താഗതിയുമായി നടക്കുന്ന ചിലരൊഴിച്ച് ബാക്കിയുള്ള സ്വന്തം ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ ഈ കണക്ക് മനസ്സിലാകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ രാജ്യത്ത് മോദി നിർമ്മിച്ചത് 7 പുതിയ IITകളാണ്, 7 പുതിയ IIMകൾ, 15 പുതിയ എയിംസുകൾ, 16 ട്രിപ്പിൾ ITകൾ, 315 മെഡിക്കൽ കോളേജുകൾ, 390 യൂണിവേഴ്സിറ്റികൾ. രാജ്യത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി 2016 ഈ രാജ്യത്ത് വെറും 450 മെഡിക്കൽ കോളേജാണ് ഉണ്ടായിരുന്നെങ്കിൽ 766 ജില്ലകളുള്ള രാജ്യത്ത് ഇന്നത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 765. കൂടാതെ 57 മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. അതായത് 2025 രാജ്യത്ത് 800-ലധികം മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരിക്കും. അതിലൊന്ന് വയനാട്ടിലും ഉണ്ടാകും. അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് മെഡിക്കൽ കോളേജ് വെറും സിമ്പിളായി വയനാട്ടിൽ വരുമെന്ന്. സ്പോർട്സ് മേഖലയിൽ മാത്രം നോക്കിയാൽ 800-ലധികം യുവ കായിക താരങ്ങളെ കണ്ടെത്തി പ്രത്യേക പദ്ധതി തയ്യാറാക്കി പരിശീലനം കൊടുക്കുക വഴി ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള 280 അത്ലറ്റുകളെ ഭാരതം കഴിഞ്ഞ 10 വർഷത്തിൽ സൃഷ്ടിച്ചു. കർഷകർക്കായി മോദി സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ഒന്നാമത്തേത് 12 കോടിയോളം കർഷകർക്ക് വർഷം തോറും ലഭിക്കുന്ന 6,000 രൂപ എന്ന കിസാൻ സമ്മാൻ നിധി ധനസഹായമാണ്. രാജ്യത്താകെ 4 കോടിയിലധികം കർഷകരെ ഫസൽ ബീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംരക്ഷിക്കുന്ന മോദി സർക്കാർ വിവിധ വിളകളുടെ താങ്ങുവിലയിൽ വർധനവ് വരുത്തുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം ചെലവാക്കുന്ന തുക 2013 ബജറ്റ് വെച്ച് നോക്കിയാൽ അതിൻ്റെ 5 ഇരട്ടിയാണ് ഇന്നത്തെ ബജറ്റിലുള്ളത്. ഒപ്പം കർഷകർക്കുള്ള വളത്തിൻ്റെ സബ്സിഡി മാത്രമായി കേന്ദ്രം ചെലവാക്കിയത് ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ്. രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും OBC കാർഡിറക്കി ജാതി വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മോദി സർക്കാരിലെ 60% മന്ത്രിമാരും OBC, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളതാണെന്ന് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ OBC ദളിത് MLAമാരും MP മാരുമുള്ളത് BJPക്കാണ് എന്നുള്ളതാണ് വസ്തുത. മുന്നോക്ക ജാതിയിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി സംരക്ഷിച്ച അതേ മോദി സർക്കാരാണ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏകലവ്യ സ്കൂളുകൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തേക്കാൾ 3 ഇരട്ടിയിലധികം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്. രാജ്യത്താകെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള 112 ജില്ലകളെയും 500 ബ്ലോക്ക് പഞ്ചായത്തുകളെയും തെരഞ്ഞെടുത്ത് ആ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ നീതി ആയോഗിന് കീഴിൽ നടപ്പിലാക്കുന്ന മോദി സർക്കാർ രാജ്യത്തെ 662 അതിർത്തി ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. കൂടാതെ ആദിവാസി ഊരുകൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷം മാത്രം ചെലവഴിച്ചത് 24,000 കോടി രൂപയും. പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം തുടങ്ങിയ വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ വഴിയും അടൽ പെൻഷൻ, ശ്രംയോഗി മാൻധൻ യോജന, സുകന്യ സമൃദ്ധി തുടങ്ങിയ ലഘു സമ്പാദ്യ പദ്ധതികളിൽ അംഗമായ ഭാരതീയരുടെ എണ്ണം 54 കോടിയോളമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ സീരിയസ് ആയ ഒരു തീവ്രവാദി ആക്രമണവും നടക്കാതെ പോയ 10 വർഷമാണ് കഴിഞ്ഞുപോയത്.
സൈനികർക്ക് നേരെയുണ്ടായ 3 ആക്രമണങ്ങൾക്കും ശത്രു രാജ്യങ്ങളുടെ മടയിൽ കയറി തിരിച്ചടിക്കുകയും ചെയ്ത മോദി ഭാരതം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കാശ്മീരിൽ സമാധാനം സ്ഥാപിക്കുകയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വംശീയ ആക്രമണങ്ങൾ 70% കുറയ്ക്കുകയും ചെയ്തു. ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ നക്സൽ മാവോയിസ്റ്റ് സംഘടനകളെയും നിരക്കി നിർത്തിയ മോദി കാലത്ത് 50% അക്രമികളും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്തു. 500-ലധികം വർഷം പഴക്കമുള്ള ജനങ്ങളുടെ ആഗ്രഹമായ രാമക്ഷേത്രം രാമജന്മഭൂമിയിൽ നിർമ്മിക്കാൻ സഹായിച്ച മോദി സർക്കാർ കാശി, ഉജ്ജയിൻ, കേദാർനാഥ്, സോമനാഥ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകി സംരക്ഷിച്ചു. ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ആദരസൂചകമായി പ്രതിമ നിർമ്മിച്ച മോദി സർക്കാർ യുദ്ധവീരന്മാരുടെ സ്മരണാർത്ഥം ഡൽഹിയിൽ വാർ മെമ്മോറിയൽ നിർമ്മിക്കുകയും ആൻഡമാൻ ഐലൻഡിലെ ദ്വീപുകൾക്ക് ഇന്ത്യയുടെ യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകുകയും ചെയ്തു. കാലങ്ങളായുള്ള സൈനികരുടെ ആവശ്യമായ വൺറാങ്ക് കൺവെൻഷൻ ആദ്യ തവണ നടപ്പിലാക്കിയ മോദി സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ, GST തുടങ്ങിയവരുടെ സഹായത്തോടെ സാമ്പത്തിക മേഖലയിൽ 11ാം സ്ഥാനത്തായിരുന്ന ഭാരതത്തെ 5ാം സ്ഥാനത്തേക്ക് ഉയർത്തി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ദേശീയപാത വികസനം കേരളത്തിൽ പോലും സാധ്യമാക്കിയ മോദി സർക്കാർ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ദിവസവും നിർമ്മിക്കുന്നത് 28 കിലോമീറ്റർ നാഷണൽ ഹൈവേയാണ്. 15 കിലോമീറ്റർ പുതിയ റെയിൽവേ ലൈനും ഓരോ ദിവസവും നിർമ്മിക്കുന്ന മോദി സർക്കാർ ചരക്ക് നീക്കത്തിന് മാത്രമായി പ്രത്യേക റോഡും റെയിൽവേ ലൈനും ഈ രാജ്യത്ത് നിർമ്മിക്കുന്നു. രാജ്യത്തെ 1300 റെയിൽവേ സ്റ്റേഷനുകളുടെ നിലവാരം ഉയർത്തും വിധം മോഡിഫിക്കേഷൻ വരുത്തിയ മോദി സർക്കാർ പുതിയ 20 നഗരങ്ങളിൽ കൂടി മെട്രോ റെയിൽ സർവീസ് എത്തിക്കുകയും ചെയ്തു. കൂടാതെ രാജ്യത്തെ എല്ലാ ആളില്ലാ റെയിൽവേ ക്രോസുകളും ഒഴിവാക്കിയ മോദി സർക്കാർ പ്രധാനപ്പെട്ട എല്ലാ റെയിൽ ക്രോസുകളിലും മേൽപ്പാലം അല്ലെങ്കിൽ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നു. വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് തുടങ്ങിയ അത്യാധുനിക സൗകര്യമുള്ള ട്രെയിനുകൾ. ഗ്രാമീണ മേഖലയിൽ മാത്രം ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ചത് 3.7 ലക്ഷം കിലോമീറ്റർ റോഡുകൾ. രാജ്യത്തെ എയർപോർട്ടുകളും തുറമുഖങ്ങളും മോദി ഭരണത്തിന് മുൻപത്തെ 60 വർഷം ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാക്കി ഈ 10 വർഷം കൊണ്ട് മാത്രം മാറ്റി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് റോഡ്, റെയിൽ, വിമാന, ജലഗതാഗത സംവിധാനങ്ങൾ വഴി കണക്ട് ചെയ്യിച്ച മോദി എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതിയും ജലവും 5G നെറ്റ്വർക്കും എത്തിച്ചു. സോളാർ രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കി അതിൻ്റെ തലവനായ മോദി രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചത് 180 ജിഗാവാട്ട് സോളാർ വൈദ്യുതിയാണ്. ഓരോ വീടിനും സോളാർ സിസ്റ്റം വെക്കുന്നതിന് വേണ്ടി 80,000 രൂപ കേന്ദ്രം സബ്സിഡി നൽകുന്ന പദ്ധതി മോദി തുടക്കം കുറിക്കുകയും 300 യൂണിറ്റ് വരെ മാസം വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് ഇനി വൈദ്യുതിക്ക് പണമടയ്ക്കേണ്ടി വരില്ല എന്ന ഉറപ്പുകൂടിയാണ് മോദി സർക്കാർ തീസര ടൈമിൽ നൽകുന്നത്. ഒരേ സമയം ഡിജിറ്റൽ ഇന്ത്യയിലൂടെയും UPI ഇടപാടുകളിലൂടെയും ലോകശ്രദ്ധ ആകർഷിച്ച മോദി ഭാരതം സാക്ഷാൽ വ്ളാഡിമിർ പുടിനെ പോലും നിയന്ത്രിക്കാൻ കഴിയും വിധം ലോകത്തെ ശക്തിയായി മാറി. വിവിധ യുദ്ധ, കോവിഡ് സാഹചര്യങ്ങളിൽ നിന്ന് ഭാരതം 1.5 കോടിയിലേറെ ഭാരതീയരെ രക്ഷിച്ച് തിരികെ നാട്ടിലെത്തിച്ചു. G20 സമ്മിറ്റ് നടത്തി തലയുയർത്തിയിരിക്കുന്ന മോദി ഭാരതം മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് കടൽ മാർഗം സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കുന്നു. ഒപ്പം 27 വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്തുന്നു. വളരെ ചിലവ് കുറച്ച് ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഭാരതം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊടുന്ന ആദ്യത്തെ രാജ്യമായ ഭാരതം തന്നെ കോവിഡ് കാലത്ത് വാക്സിൻ ഉണ്ടാക്കി രാജ്യമാകെ എത്തിച്ച് 112 കോടിയിലേറെ പേർക്ക് 2 ഡോസുകൾ സൗജന്യമായി നൽകുകയും ഒപ്പം 30ഓളം രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിച്ച് നൽകുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടന വഴി ലോകമാകെ ഭാരതത്തിൻ്റെ യോഗ എത്തിച്ച മോദി രാജ്യത്തെ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ ശ്രീ അന്ന പദ്ധതി വഴി ലോകമാകെ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ മില്ലറ്റുകൾ വിപണിയിലെത്തിച്ച് അവർക്ക് വേണ്ടി പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നു. വിവിധ കടലിടുക്കുകളിൽ കൊള്ളക്കാരും തീവ്രവാദികളും ആക്രമണം നടത്തുമ്പോൾ ഭാരത നേവിയുടെ നിതാന്ത ജാഗ്രതയിൽ മോദി ഭാരതത്തിലെ കടകൾ ശാന്തമായി തുടരുന്നു. ഗ്രാമീണ വനിതകളെ ലക്ഷപ്രഭുവാക്കുന്നതിന് വേണ്ടി ഡ്രോൺ ദീദി പ്രോഗ്രാം 1 കോടി പേരിലേക്ക് എത്തിയിരിക്കുന്നു. അത് അടുത്ത ടൈമിൽ 3 കോടിയാക്കുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടിയായ വാഗ്ദാനം. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ മേഖല, ഇലക്ട്രോണിക്സ്, സോളാർ വൈദ്യുതി, ഇലക്ട്രിക് വാഹന വിപണി, ഹൈഡ്രജൻ, ഗ്രീൻ എനർജി തുടങ്ങി ബഹിരാകാശം വരെയുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ ലോകത്ത് ഒന്നാമതാകാൻ ഭാരതം മോദിയുടെ കാലത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വളരുന്ന ഭാരതത്തിൽ അടുത്ത 5 വർഷം കൂടി മോദി പ്രധാനമന്ത്രിയായിരുന്നാൽ 2047 വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിലെടുക്കും. മോദി പരാജയപ്പെട്ടാൽ മുന്നോട്ട് വളരുന്ന ഈ ഭാരതത്തിന് എന്താവും സംഭവിക്കുക എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടി രാജ്യം മുന്നോട്ട് പോകണോ അതോ പിന്നിലേക്ക് സഞ്ചരിച്ച് വീണ്ടും തകർച്ച കണ്ട് പരിതപിക്കണോ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്.